ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ കേട്ടറ്റ് എക്സാം ഇങ്ങ് എത്തിയല്ലേ, ഇതാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന കേട്ടറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനമൊക്കെ നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട്, റിവിഷനും ഏതാണ്ട് ഒരു വിധത്തിലൊക്കെ ആയിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടെയും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നോക്കണം അല്ലേ, എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ഹാളിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതെങ്കിലും പഠിച്ചിട്ട് വേണം നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാനായിട്ട്, എക്സാം ഹാളിലേക്ക് പോകാനായിട്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ചെറിയ കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, democracy as a system of government is based on the principle of. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അല്ലേ. പല തരത്തിലുള്ള ഗവൺമെൻറ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് പല രീതിയിലുള്ള ഗവൺമെൻറ് കാണാൻ പറ്റും. അപ്പോൾ അതിലെ ഒരു സിസ്റ്റമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെമോക്രസി ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെമോക്രസിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് കോൺസെപ്റ്റിനാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി ഓപ്ഷൻസ് നോക്കൂ. മെജോറിറ്റി റൂൾ, അബ്സല്യൂട്ട് ലിബർട്ടി, റൂൾ ഓഫ് ദ എലൈറ്റ്സ്, റൂൾ ഓഫ് മൈനോറിറ്റി. അപ്പോൾ ഡെമോക്രസിയിൽ നമുക്ക് ആരുടെ റൂളാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരുടെ റോളാണ് അവിടെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? ആരുടെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് എവിടെ കാണാൻ പറ്റുന്നത്? ഡെമോക്രസിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? ഇറ്റ് ഈസ് എ മെജോറിറ്റി റൂൾ അല്ലേ. മെജോറിറ്റി റൂളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നോക്കിയാലോ. ഡെമോക്രസി, ഡെമോസ് അതുപോലെ തന്നെ ക്രാറ്റോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് ഡെമോക്രസി വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഡെമോസ് പ്ലസ് ക്രാറ്റോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് ആര് വന്നിട്ടുള്ളത്? ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുള്ളത്. ഇതിലെ ഡെമോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ, പീപ്പിൾ എന്നാണ് അർത്ഥം, ജനങ്ങൾ. അപ്പോൾ ക്രാറ്റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അധികാരം അല്ലേ. അധികാരം എന്നാണ് ക്രാറ്റോസ് എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതൊന്ന് കൂട്ടി വെച്ച് നോക്കൂ, എന്താണ് കിട്ടുന്നത്? ജനങ്ങളുടെ അധികാരം, അതല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണമാണ് എന്തെന്ന് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത്. ജനങ്ങൾ, ജനങ്ങളാൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഭരണമാണ് ഡെമോക്രസിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ജനങ്ങളുടെ ഭരണം, ജനങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡെമോക്രസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഏത് വാക്കിൽ നിന്നുമാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ നോക്കി. ഓക്കെ, സെറ്റാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ നമ്മുടെ ഇപ്പോൾ കാറ്റഗറി കാറ്റഗറി 2-ൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ സോഷ്യൽ സയൻസ് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടും അവിടെ എന്ത് കാണാൻ പറ്റും? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടുന്ന് തന്നെ ചോദിച്ചിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? തന്നിട്ടുള്ളതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സെക്യുലറിസം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഭവം കിട്ടി അല്ലേ. ഏതൊക്കെയുണ്ട്? നമുക്കിവിടെ സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അല്ലേ. അതായത് നമ്മുടെ ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും വിട്ടു നിൽക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ അത്രയും അധികാരം നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനാണ്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, അത് കറക്റ്റ് ആണല്ലേ. ഇനി സെക്യുലറിസം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ത് ചെയ്യുന്നില്ല? ഒരു ഫോർമൽ റിലീജിയൻ
ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഈ ഒരു മതം മാത്രമേ സ്വീകരിക്കാൻ പാടൂ എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? സെക്യുലറിസമാണ്, മതേതരത്വമാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എന്താണ്, പലതരത്തിലുള്ള പല ജാതിയിൽപ്പെട്ട പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഏതാണ്? സെക്യുലറിസം ആണല്ലേ. അപ്പോൾ സെക്യുലറിസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതും ഇന്ത്യയിലുണ്ട്. ഇനി സിംഗിൾ സിറ്റിസൺഷിപ്പ്. എന്താണ് ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന അവിടുത്തെ പൗരന്മാർക്ക് നൽകുന്നത് എന്താണ്? ഇന്ത്യൻ പൗരത്വമാണ്. ഒരു ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നത്. അപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ത് തന്നെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കൂ, പ്രസിഡൻഷ്യൽ ഗവൺമെന്റ്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് ആണോ? പ്രസിഡന്റ് ആണോ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? ഗവൺമെന്റിന്റെ ഹെഡും സ്റ്റേറ്റിന്റെ ഹെഡും വരുന്നത് പ്രസിഡന്റ് ആണോ? അല്ല, അല്ലേ? അപ്പോൾ പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്തല്ല? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് ഫീച്ചർ അല്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഏതൊക്കെയാണ് വരുന്നത്? സാധാരണഗതിയിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചർ, അല്ലെങ്കിൽ അതിൽ പെടാത്തത് ഏത്? ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്താണ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ? ലോകത്തിലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള വലിയ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? പല പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ബോറോ ചെയ്തതാണ്, അല്ലേ? കടമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫെഡറൽ ഫീച്ചേഴ്സും കാണാൻ പറ്റുന്നുണ്ട്, യൂണിറ്ററി ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി. ജുഡീഷ്യറിക്ക് എന്തുണ്ട്? ഒരു സുപ്രമസി, ഒരു പരമാധികാരം കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ്? പാർലമെന്റിനും പരമാധികാരമുണ്ട്. പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി. ഇനി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ പാർലമെന്റ് തന്നെയാണ്. ഈ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം. ഇനി ആരൊക്കെയാണ് ഈ പാർലമെന്റിൽ വരുന്നത്? നമുക്ക് രണ്ട് ഹൗസസ് ഉണ്ട്, അല്ലേ? ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, പ്രസിഡന്റും കൂടെ വരുന്നുണ്ട്. ഇവർ മൂന്ന് പേരുമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? പാർലമെന്റിൽ കാണാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ഫീച്ചറാണ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ആര് നിൽക്കുന്നത്? ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നത്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഇപ്പോൾ നമ്മുടെ ലെജിസ്ലേച്ചർ ഒരു നിയമം പാസ്സാക്കുന്നു, എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കുന്നു. ഇങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള നിയമം ഭരണഘടനയ്ക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ, വിരുദ്ധമാണെങ്കിൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം? ആ നിയമത്തെ നള്ളാക്കി പറയാം. അതിനെ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാനായിട്ട് ഉള്ള അധികാരം ജുഡീഷ്യറിക്ക് ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നമുക്ക് എന്തുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ നേച്ചർ. എന്താണ് ഈ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ നേച്ചർ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ മെജോറിറ്റിയിൽ കൂടെ നമുക്കത് അമെൻമെൻറ്റ് നടത്താൻ പറ്റും. പക്ഷേ ചില ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? വളരെ റിജിഡ് ആയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് വളരെ പ്രൊസീജിയറൊക്കെ കൂടുതലാണ്, അത് അമെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ വളരെ കൂടുതലാണ്. അതിന് സ്പെഷ്യൽ മെജോറിറ്റിയുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെയും ഒക്കെ കൺസേൺ ആവശ്യമാണ്. അപ്പോൾ സിമ്പിൾ മെജോറിറ്റിയും സ്പെഷ്യൽ മെജോറിറ്റിയും ഒക്കെ നമുക്കറിയാം. നമ്മുടെ ഭരണഘടന അമെൻഡ് ചെയ്യാനായിട്ടുള്ള വഴികളാണ് സിമ്പിൾ മെജോറിറ്റിയും അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ കൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഭരണഘടനയുടെ റിജിഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്, അത് അമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ 8 ഫീച്ചേഴ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി
മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ആരാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ജവഹർലാൽ നെഹ്റു, എം വിശ്വേശ്വരയ്യ, ഇന്ദിരാഗാന്ധി, ശ്രീമാൻ നാരായൺ. അപ്പോൾ ആരാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിട്ട് വരുന്നത്? ആരാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആളെ അറിയില്ലെങ്കിൽ കൂടെയും ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ലേ? പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ മൂപ്പര് തന്നെയാണ് എന്തും ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിട്ടും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്നാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്? അതും കൂടെ നമുക്ക് നോക്കാം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ അല്ലെ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ. ഇനി ഈ ഒരു ഐഡിയ കൊടുക്കുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. അതുകൊണ്ട് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഒക്കെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൂട്ടിക്കുഴച്ച് വെക്കരുത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇനി ജവഹർലാൽ നെഹ്റു എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. ഇനി നിലവിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? നിലവിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? നിലവിൽ നമുക്ക് എന്തില്ല? പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? 2015 എന്ത് ചെയ്യുന്നു? പിരിച്ചുവിട്ടു. ആരാണ് പിരിച്ചുവിടുന്നത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് ആ സ്ഥാനത്തേക്ക് എന്ത് കൊണ്ടുവരുന്നത്? നീതി ആയോഗിനെ കൊണ്ടുവരുന്നത്. എന്താണ് നീതി ആയോഗ് എന്ന് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ ഒരു പേരാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി എന്നാണ് ഇത് ഫോം ചെയ്യുന്നത്? 2015 ജനുവരി 1. ഓക്കെ ആണല്ലോ. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി വേറെന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് നീതി ആയോഗിനെ കുറിച്ച്? നിങ്ങൾ എന്ത് ചെയ്യണം? നീതി ആയോഗിന്റെ ഫുൾ ഫോം അത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് പറഞ്ഞത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഓക്കെ ആണല്ലോ. നിലവിൽ വരുന്നത് 2015 ജനുവരി 1. ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇനി എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റീവ് ഡെമോക്രാറ്റിക് ഡിവൈസ്? അപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ ഭരണമാണ് ഡെമോക്രസിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2 തരത്തിൽ ഡെമോക്രസി കാണാൻ പറ്റും. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഡയറക്റ്റ് ഡെമോക്രസി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്നു. ഇൻഡയറക്റ്റ് ഡെമോക്രസി എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്? ജനങ്ങൾ നേരിട്ടല്ല ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഇടപെടുന്നത്, മറിച്ച് എങ്ങനെയാണ്? നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് ഗവൺമെന്റിന്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ പങ്കാളികളാകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജനസംഖ്യ വളരെ കൂടുതലുള്ള ഒരു രാജ്യത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ എല്ലാ ആളുകളുടെയും സമ്മതം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ലേഗായിട്ട് പോകും അല്ലേ? അപ്പോൾ ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഡയറക്റ്റ് ഡെമോക്രസി നമുക്ക് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ കുറച്ചധികം ഡിവൈസസ് ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസിക്ക് കുറച്ച് ഡിവൈസസ് ഉണ്ട്. ഏതൊക്കെ രീതിയിൽ കൂടെയാണ് ഈ ഡയറക്റ്റ് ഡെമോക്രസി അപ്ലൈ ചെയ്യുന്നത്? അതാണ് അതിന് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോടിപ്പോൾ ചോദിച്ചിട്ടുള്ളത് നോട്ട് എ ഡിവൈസ് എന്നാണ്. ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഡിവൈസ് അല്ലാത്തത് ഏതൊക്കെയാണ്? റെഫറൻഡം, പ്ലെബിസൈറ്റ്, ഇനീഷ്യേറ്റീവ്, ജെറിമാൻഡറിങ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏത് ഡിവൈസാണ് ഡയറക്റ്റീവ് ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡിവൈസ് അല്ലാത്തത്? ഏതായിരിക്കും?
റെഫറൻഡം ആണോ, പ്ലെബിസൈറ്റ് ആണോ, ഇനീഷ്യേറ്റീവ് ആണോ, ജെറിമാൻഡറിംഗ് ആണോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജെറിമാൻഡറിംഗ്. എന്താണ് ഈ ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്? ഒന്നുമില്ല മക്കളെ, ജെറിമാൻഡറിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, അതല്ലെങ്കിൽ വളരെ താഴ്ന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട അല്ലെങ്കിൽ ഒരു SC റിസർവേഷനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൻ്റെ അതിർത്തി എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നു. ഞാനങ്ങനെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ അതിർത്തിക്കപ്പുറത്തെ ചില പ്രദേശങ്ങളിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ കുറച്ചധികം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂടും, ഞാൻ ജയിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഞാൻ ചെറിയ ഒരു കറപ്ഷനൊക്കെ കാണിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്രദേശത്തെ ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിനോട് ചേർക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയോ തങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തി വലുതാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത് എന്തല്ല, ഡയറക്റ്റീവ് ഡെമോക്രസിയുടെ ഒരു ഡിവൈസ് അല്ല. ബാക്കിയുള്ളതൊക്കെ തന്നെ എന്താണ്, ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ പങ്കാളികളാകാനായിട്ടുള്ള വഴികളാണ്. ജനഹിത പരിശോധന വരുന്നുണ്ട്, ഇനീഷ്യേറ്റീവ് മുൻകൈയെടുക്കൽ വരുന്നുണ്ട്, വേറെയും ചില ഡിവൈസസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റെഫറൻഡം, ഇനീഷ്യേറ്റീവ്, റീകോൾ, പ്ലെബിസൈറ്റ്. ഓക്കെ, അപ്പോൾ റീകോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ അടുത്ത് വന്നിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു റീകോൾ എന്ന് പറയുന്നത് അല്ലേ. 1 എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ കണ്ടു. എന്താണ് റീകോള്? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ജനപ്രതിനിധികൾ എന്ത് ചെയ്യാണ്, നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കണം, അവരെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കണം. ഇതാണ് റീകോൾ എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒരു ഡിവൈസ് ആണ്. ക്ലിയർ ആണല്ലോ? പ്രധാനമായിട്ടും 4 ഡിവൈസുകളാണ് ഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടി പാർട്ടി സിസ്റ്റം പ്രിവൈൽസ് ഇൻ. 4 രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏത് രാജ്യത്തിലാണ് മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്നത്? മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, 2ൽ കൂടുതൽ പാർട്ടികൾ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ. അവരെങ്ങനെയായിരിക്കണം? വളരെ ആക്റ്റീവായി പൊളിറ്റിക്കൽ ഫീൽഡിൽ ഉണ്ടായിരിക്കണം. വെറുതെ പേരിന് മാത്രം രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? മത്സരങ്ങളിൽ, അതായത് ഇലക്ഷനിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം, കൃത്യമായിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കണം, കൃത്യമായിട്ടുള്ളൊരു ഒപ്പോസിഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, മൾട്ടി പാർട്ടി സിസ്റ്റം പ്രിവൈൽസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തന്നിട്ടുള്ളതിലെ ഏത് രാജ്യത്തിലാണ് മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്നത്? ഇന്ത്യ, ചൈന, ബ്രിട്ടൻ, US. എവിടെയാണ് നിലനിൽക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ രാജ്യത്ത് തന്നെയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? കുറേ റീജിയണൽ പാർട്ടീസ് ഉണ്ട്, കുറേ സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്, കുറേ നാഷണൽ പാർട്ടീസും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം പാർട്ടികൾ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇനി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ചൈനയുടെ അവസ്ഥ എങ്ങനെയാണ്? ചൈനയിൽ ഡോമിനന്റ് റോളിൽ നിൽക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു പാർട്ടിയുടെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു റോളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ചൈനയിൽ നിലനിൽക്കുന്നത് ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഈ CCP എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പൊളിറ്റിക്കൽ ഫീൽഡിൽ വളരെ ആക്റ്റീവായി നിലനിൽക്കുന്നത്. ഇനി ബ്രിട്ടന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടന്റെ അവസ്ഥ എങ്ങനെയാണ്? ബ്രിട്ടനിൽ 1920s വരെയൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പോലെയായിരുന്നു, കുറേ പാർട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ 1920s ശേഷം നമുക്ക് പ്രധാനമായിട്ടും 2 പാർട്ടികളുടെ ഒരു പ്രസൻസ് ആണ് ബ്രിട്ടനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് ആ പാർട്ടി? കൺസർവേറ്റീവ് പാർട്ടിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലേബർ പാർട്ടിയും വരുന്നുണ്ട് അല്ലേ. കൺസർവേറ്റീവ് പാർട്ടി ആൻഡ് ലേബർ പാർട്ടി, ഇങ്ങനെ 2 പാർട്ടികളുടെ ഒരു റോളാണ്, അതല്ലെങ്കിൽ ഒരു ഡോമിനൻസ് ആണ് നമുക്ക് ബ്രിട്ടനിൽ കാണാൻ പറ്റുന്നത്. ഇത് മെയിനായിട്ടും 1920s ശേഷമാണ്
ഇങ്ങനെയുള്ള ഒരു മാറ്റം ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി USA കാര്യം എടുത്ത് നോക്കുമ്പോൾ USA എന്താണ്? 2 പാർട്ടി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. 2 പാർട്ടി സിസ്റ്റം. യെസ്, അവിടെ 2 പാർട്ടി സിസ്റ്റം ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടിയും വരുന്നുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയും വരുന്നുണ്ട്. ഇങ്ങനെ 2 പാർട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അധികാര മാറ്റമാണ് നമുക്ക് USA മെയിനായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ചൈനയിൽ സിംഗിൾ പാർട്ടി സിസ്റ്റം ആണ് വരുന്നത്. ബ്രിട്ടനിലെ 1920s ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് 2 പാർട്ടി സിസ്റ്റം ആണ്. അതിനു മുന്നേ എന്തുണ്ടായിരുന്നു? മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു. ഇനി USA കാര്യം എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്? 2 പാർട്ടി സിസ്റ്റം ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്? തന്നിട്ടുള്ളതിൽ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്? ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാറ്റഗറിയിൽ വരാത്തത്? ഏതാണ്? സമത്വത്തിനുള്ള അവകാശമാണോ, അതല്ലെങ്കിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണോ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ, സ്വത്തവകാശത്തിനുള്ളതാണോ? ഏതാണ് മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ വരാത്തത്? റൈറ്റ് ടു പ്രോപ്പർട്ടി. എന്താണ് പ്രോപ്പർട്ടിയുടെ അവസ്ഥ? ഇത് 1978 വരെ എന്തായിരുന്നു? ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷേ 78 44ാമത്തെ അമെൻമെന്റ് പ്രകാരം എന്ത് ചെയ്യാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറ്റി. അതിനെ കൊണ്ടുപോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റി. ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്യാണ്? ആ ഭാഗത്തു നിന്ന് അതിനെ പൊക്കി എടുത്തിട്ട് എവിടേക്ക് കൊണ്ടുപോയിടാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിന്റെ ഭാഗത്തേക്ക് ആർട്ടിക്കിൾ 300A കൊണ്ടുപോയിടുന്നു. ഇതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 300A. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്? എന്തൊക്കെയുണ്ട്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ ആണല്ലോ. ഇതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, ഇത് സെറ്റ് ആണല്ലോ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഈസ് എ ഫീച്ചർ ഓഫ്. എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇത് ഏത് തരത്തിലുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്? സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് ഓട്ടോക്രസി, മൊണാർക്കി, ഡെമോക്രസി, അരിസ്റ്റോക്രസി. അപ്പോൾ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഏതൊരു പൗരനും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഭരണഘടന എവിടെ കൊടുത്തിട്ടുണ്ട്? ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡെമോക്രസിയുടെ ഒരു ഫീച്ചറാണ്. നമ്മുടെ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ നമ്മുടെ ലിംഗത്തിൻ്റെയോ നമ്മുടെ ഇക്കണോമിക്കൽ കണ്ടീഷൻ്റെയോ സോഷ്യൽ കണ്ടീഷൻസിൻ്റെയോ ഒന്നിൻ്റെയും ബാരിയേഴ്സ് ഇല്ലാതെ, തടസ്സങ്ങളില്ലാതെ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്. അതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്നതാണ്. ഇനി പലതരത്തിലുള്ള ഗവൺമെന്റുകൾ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ് ടൈപ്പുകൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഡെമോക്രസി വരുന്നുണ്ട്, സോഷ്യലിസം ഉണ്ട്, തിയോക്രസി ഉണ്ട്, കൊളോണിയലിസം, ഒളിഗാർക്കി, അരിസ്റ്റോക്രസി, ടോട്ടാലിറ്റേറിയനിസം, കമ്മ്യൂണിസം, മൊണാർക്കി, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. ചില ദിവസങ്ങളിൽ നമ്മൾ പത്രം വായിക്കുമ്പോൾ എന്ത് കാണാറുണ്ട്? പട്ടാള ഭരണം ഏറ്റെടുത്തു, അല്ലേ? പ്രസിഡന്റിനെ നാട് കടത്തി, പാർലമെന്റിനെ പിരിച്ചുവിട്ട് രാജവാഴ്ച തുടങ്ങി. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? പത്രം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? പലതരത്തിലുള്ള ഗവൺമെന്റുകളാണ്. ഡെമോക്രസി മാത്രമല്ല ലോകത്തിൽ നിലനിൽക്കുന്നത്. എന്തൊക്കെ വരുന്നുണ്ട്? പട്ടാള വാഴ്ചയുണ്ട്, രാജവാഴ്ച വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒളിഗാർക്കി വരുന്നുണ്ട്, അരിസ്റ്റോക്രസി. ഇങ്ങനെ പല രീതിയിലുള്ള ഗവൺമെന്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ബിക്കമിങ് എ മെമ്പർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനായിട്ടുള്ള മിനിമം ഏജ് എത്രയാണ്? എത്ര വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാലാണ് നമുക്ക് വാർഡ് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് സാധിക്കുന്നത്? 18 ഇയേഴ്സ്, 25 ഇയേഴ്സ്, 21 ഇയേഴ്സ്, 30 ഇയേഴ്സ്. എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? നമുക്ക് 21 വയസ്സ്. 21 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് മത്സരിക്കാനായിട്ട് നിൽക്കാൻ പറ്റുന്നു. 21 വയസ്സാണ് പൂർത്തിയാകേണ്ടത്. ഇനി 25 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ലോകസഭയിലേക്കും നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ലോക്സഭയിലേക്കും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും. 25 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ലോകസഭയിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും നമുക്ക് മത്സരിക്കാൻ നിൽക്കാം. അതിനു മുന്നേ 21 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലേക്ക് മത്സരിക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? പ്രസിഡന്റ്, സ്പീക്കർ, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലേ? നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. രാജ്യസഭയുടെ അധ്യക്ഷ പദവി നിർവഹിക്കുക എന്നുള്ളത് വൈസ് പ്രസിഡന്റിന്റെ ഒരു ചുമതലയാണ്. ഇനി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ എല്ലാം തലവനായിട്ട് വരുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി സ്പീക്കറെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ലോക്സഭയിലാണ് നമുക്ക് സ്പീക്കറെ കാണാൻ പറ്റുന്നത്. ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി ലോകസഭയിൽ വന്നിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ടുള്ള അംഗങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. ഇനി പ്രൈം മിനിസ്റ്റർ, PM എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ വേറെയും കുറേ പ്രത്യേകതകൾ ഉണ്ട് അല്ലെ മൂപ്പർക്ക്? തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ ആണിക്കല്ല് എന്ന പേരിൽ മൂപ്പർ അറിയപ്പെടുന്നുണ്ട്. മൂപ്പര് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റിനും കേന്ദ്ര മന്ത്രിസഭയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് നിൽക്കുന്നതും നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരത്തെ നമ്മൾ എന്ത് കണ്ടു? നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. സെറ്റാണല്ലോ ഇത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. The provision of a federal system with a strong central government of Indian constitution is borrowed from. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഒരു ഫെഡറലിസം ആണ്, അല്ലെങ്കിൽ ഒരു ഫെഡറൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അതിലെന്താണ്? ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് എന്താണ്? സ്റ്റേറ്റുകളെക്കാൾ ഒന്നും കൂടെ അധികാരം കൂടുതൽ ആർക്ക് വരുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന്, സെൻട്രലിന് വരുന്നുണ്ട്. അപ്പോൾ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്? നമ്മൾ കുറേ കാര്യങ്ങൾ പല പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏത് രാജ്യമാണ്? കാനഡ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, അയർലാൻഡ്. എവിടെ നിന്നാണ് നമ്മൾ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റിന് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെഡറൽ സിസ്റ്റം നമ്മൾ കടമെടുക്കുന്നത്? എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നുമാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു ഫെഡറലിസം ആണെങ്കിൽ, ഒരു പക്കാ ഫെഡറലിസം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈക്വൽ ആയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഇന്ത്യയുടെ കേസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാളും അധികാരം കൂടുതൽ, പവർ കൂടുതൽ വരുന്നത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തല്ല? ഒരു പക്കാ ഫെഡറലിസം അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, മറിച്ച് എന്താണ്? ക്വാസി ഫെഡറലിസം ആണ്, അർദ്ധ ഫെഡറലിസം ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നുമാണ്. ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റുകൾ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമുക്ക് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ യൂണിയൻ ഗവൺമെന്റിന് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലൊരു ക്ലാഷ് വരികയാണെങ്കിൽ,
ഫൈനൽ ആയിട്ടുള്ള തീരുമാനം ആരാണ് എടുക്കുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് എടുക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് എന്താണ്? നമുക്കൊരു ക്വാസി ഫെഡറലിസം ആണ് നിലനിൽക്കുന്നത്. ഇത് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നുമാണ്. ഇനി വേറെയും ചില ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രിയാമ്പിൾ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസിഡന്റിനെ ഒരു നോമിനൽ ഹെഡ് ആക്കിയിട്ട് വെക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് കടമെടുത്തിട്ടുള്ളത്. പിന്നെ ബൈക്യാമറലിസം വരുന്നുണ്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, സ്പീക്കർ ഇൻ ലോക്സഭ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? UK യിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇതിൽ നെക്സ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത്. കാനഡയിൽ നിന്നുമാണ് ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കടമെടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. യെസ്. ഇനി അയർലാൻഡിൽ നിന്നുമാണ് നമ്മൾ DPSP കടമെടുത്തിട്ടുള്ളത്. അയർലാൻഡിൽ നിന്ന്. പിന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ പ്രൊസീജിയർ, അത് നമ്മൾ അയർലാൻഡിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഇനി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജപ്പാനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് 5 year പ്ലാൻ, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? പല പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം എല്ലാ ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സോഷ്യൽ സയൻസിലെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കൊരു ക്ലാസ് ആയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യാം? ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ ഇനിയും കാണാം. താങ്ക് യു.